എന്തെങ്കിലും ടെൻഷൻ, അതായത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ എടുക്കും എന്ന് തോന്നിയില്ല? എനിക്ക് ഹേറ്റേഴ്സ് വേണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫെയിം ഉണ്ടാവും. അത് ശരി. അപ്പം കമന്റ് ബോക്സിൽ DM-ൽ വന്നിട്ട് തെറി വിളിക്കും ആൾക്കാർ. നിങ്ങളെയോ? എന്നെല്ലാം തെറി വിളിക്കും. ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോസ് നീ നല്ല ബീറടിയാണല്ലോ, ബോട്ടിലുണ്ടാവുമല്ലോ. അത് ശരിക്കും പേരടിക്കുന്നത് അല്ല, അത് വെള്ളം സ്മോക്ക് ചെയ്യുന്നത് ശരിക്കും സ്മോക്ക് ചെയ്യുന്നതാട്ടോ. പ്രപ്പോസൽസ് ഒക്കെ വരാറ്? പ്രപ്പോസൽസ് ആണല്ലോ, 1-2-3 എല്ലാം വന്നു. എന്തൊക്കെയാ വരാം? ഒരാള് വന്നത്, പുള്ളിക്ക് ഇവിടെ ഒരു സ്ഥലം പറയുന്നില്ല, ഒരു ക്ലിനിക്ക് ഉണ്ട്. അവൻ വന്ന് ആദ്യം പ്രപ്പോസ് ചെയ്തു, എന്നിട്ട് ഞാൻ പ്രൊമോഷൻ എല്ലാം തരാം ട്രൂത്ത് ഓർ ലൈ പോലത്തെ ഗെയിം, നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ഗെയിം റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് കളിക്കും. അത് എന്തായാലും ബ്രേക്ക് ആയിപ്പോ. അത് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അതാ ഞങ്ങളിപ്പോ ഉള്ള റിലേഷൻഷിപ്പ് അടക്കം തകർന്നു പോവാൻ ചാൻസ്. നമുക്കൊരു പാർട്ട്ണറിന് ഒരു ക്വാളിറ്റി വേണമെന്നൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്താ? അത് ഇവരിപ്പോ ഉള്ളതൊക്കെ തന്നെ. ബിഗ് ബോസ് വിളിച്ചാൽ നിങ്ങൾ പോവല്ലേ? പോണം, എല്ലാരും പോണം ലൈഫിൽ. ഞാൻ മാത്രം എല്ലാരും ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും പൊതുവെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഫിലിം ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയല്ലേ? നിനക്ക് അപ്പൊ കൂടുതൽ ആക്ടിങ് ആണോ, ബിഹൈൻഡ് ദ ക്യാമറ ആണോ, ഡയറക്ഷൻ? എനിക്ക് ആക്ടിങ്ങിനോടാണ് ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ. പിന്നെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്തപ്പോ ഞാനും അതെ, ഇവളിപ്പോ അത്യാവശ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇവള് തുടങ്ങുന്നതിനേക്കാൾ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പറയുന്ന കാര്യം ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു മുമ്പത്തെ എനിക്ക് ഒന്നാമത്തെ മെമ്മറി പവർ കുറച്ച് കുറവാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പറയുന്നല്ലേ, ഞാൻ പെട്ടെന്ന് മറന്നു. അതുകൊണ്ട് എനിക്ക് ഡയലോഗ് പറയുന്ന അതേപോലെ തന്നെ എനിക്ക് പറയണം. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിപ്പം എല്ലാം മാറി. ഓക്കെ, ഇപ്പൊ വീഡിയോസ് കിട്ടി കുറെ വ്യൂസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പം കുറെ ആൾക്കാർ നിങ്ങൾക്ക് മെസ്സേജസും കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ടാവില്ലേ? അങ്ങനെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന കുറെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ? അല്ല, അത് വന്നേക്കുന്ന കുറച്ചുപേർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ്. എന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ ടോക്സിക്, അതൊക്കെ നമുക്ക് ഒരുപാട് വിഷമാവും. കാരണം നമ്മൾ ജസ്റ്റ് ഒരു കോണ്ടന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് റിയൽ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവരിങ്ങനെ പറയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കത് വിഷമാവും. പിന്നെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് പുറത്ത് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇഷ്ടംപോലെ പേര് പുറത്തുനിന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് ഒരുപാട് ഹാപ്പിയാണ്. അതൊക്കെ ഓർത്തിരിക്കാൻ അടിപൊളിയാണ്. എന്തെങ്കിലും ടെൻഷൻ, അതായത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ എടുക്കും എന്ന് തോന്നിയില്ല? എനിക്ക് ഹേറ്റേഴ്സ് വേണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫെയിം ഉണ്ടാവും. അത് ശരി. അപ്പം പിന്നെ മാത്രമല്ല, ഹേറ്റേഴ്സ് അങ്ങനെയല്ല. ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവും, വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു സ്പിരിറ്റ് ഉണ്ടാവും. അതല്ലാതെ കുറച്ചൊരു രസമാണ് വർക്ക് ചെയ്യാൻ. അതുകൊണ്ട് പിന്നെ ഹേറ്റേഴ്സ് ഉണ്ടായിക്കോട്ടെ, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഒരുപാട് നല്ല പണിയാണ്. അതറിയാം, അതൊക്കെ മാറ്റിയെടുക്കാൻ നല്ല പണിയാണ്. കമന്റ് ബോക്സിൽ DM-ൽ വന്നിട്ട് തെറി വിളിക്കും ആൾക്കാരല്ല. നിങ്ങളെയോ? എന്നെല്ലാം തെറി വിളിക്കും. ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോസ് നീ നല്ല ബീറടിയാണല്ലോ, ബോട്ടിലുണ്ടാവുമല്ലോ. അത് ശരിക്കും പേരടിക്കുന്നത്? അല്ല, അത് വെള്ളം സ്മോക്ക് ചെയ്യുന്നത് ശരിക്കും സ്മോക്ക് ചെയ്യുന്നതാട്ടോ. ഞങ്ങൾ സ്മോക്കേഴ്സ് അല്ല, എന്നാലും സ്മോക്ക് ചെയ്യുന്നത് ശരിക്കും സ്മോക്ക്. ഒരു ഇതെടുക്കുമ്പോഴേക്ക് ഇവിടെ ചുമച്ച ഒരു പരിപാടി, ബ്രീത്തിങ് ഇഷ്യൂന്റെ ചെറിയ പ്രശ്നമുണ്ട്. ആ സമയത്ത് ഇത് എനിക്ക് പറ്റില്ല ഇങ്ങോട്ട് ഇറക്കാൻ, വേറെ ഒരു വഴിയില്ല. അറിയണ്ടേ ഈ സാധനം. മാക്സിമം എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പഠിപ്പിച്ച് ഇങ്ങനെയാണ് ആൾക്കാർ. ഇതൊന്നും ഇഷ്ടമല്ല അവർക്ക്. നീ എന്തിനാ അങ്ങനെ സ്മോക്ക് ചെയ്യുന്നേ? എന്റെ അച്ഛനടക്കം പറയത്താണ് ഇതിലൊന്നും അറിയില്ലേ, നീ എന്തിനാ സ്മോക്ക് ചെയ്യുന്നേ? അങ്ങനെ ഭയങ്കര കെയറിങ്. അങ്ങനെ വേറെ എന്തൊക്കെ കെയറിങ് കിട്ടാറുണ്ടോ? പ്രപ്പോസൽസ് ഒക്കെ വരാറില്ല? പ്രപ്പോസൽസ് ആണല്ലോ, 1-2-3 എല്ലാം വന്ന്. എന്തൊക്കെയാ വരാം? അത് ഒരാള് വന്നത്, പുള്ളിക്ക് ഇവിടെ ഒരു സ്ഥലം പറയുന്നില്ല, ഒരു ക്ലിനിക്ക് ഉണ്ട്. അവൻ വന്ന് ആദ്യം പ്രപ്പോസ് ചെയ്തു, എന്നിട്ട് ഞാൻ പ്രൊമോഷൻ എല്ലാം തരാം സ്കിൻ കെയർ എന്തെല്ലാം ഒരു ക്ലിനിക്കാണ്. അപ്പോ ഞാൻ പ്രൊമോഷൻ തരാം, അങ്ങനെയാണ്. പിന്നെ എന്തെല്ലാം എന്തൊക്കെയോ പറഞ്ഞു ട്രീറ്റ്മെന്റ്സ് അതൊക്കെ ഉണ്ട്. കൊളാബ് ചെയ്യോ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്, വേറെ വഴി. എന്റെ കൂടെ അപ്പൊ ഇവള് പറയും ഞങ്ങള് കമ്മിറ്റഡ് ആണ്. ഇങ്ങനെ വരുന്നവരോട് ഞങ്ങള് കമ്മിറ്റഡ് ആണ്. ബോയ് ഫ്രണ്ട് അത്രേ ഉള്ളൂ. തിരിച്ചോ? തിരിച്ചെന്ന് പറയുമ്പോ മെസ്സേജ് വരും. ചേട്ടൻ കലിപ്പനാണോ ചോദിച്ചു മെസ്സേജ് വരാറുണ്ടോ?
ഇല്ല 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 അങ്ങനെയൊന്നുമില്ല. അക്ഷയ്ക്ക് വരാറുണ്ടോ ഈ പുള്ളി എനിക്കാണ് കുറച്ചുകൂടി നെഗറ്റീവ്സ് വരുന്നത് മെസ്സേജസിൽ. ഇവനക്ക് കുറച്ചുകൂടി പോസിറ്റീവ്, ബ്രോന്റെ ആക്ടിങ് സപ്പോർട്ടിങ് ആയിരിക്കും ഇവനക്ക്. എനിക്ക് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞു. ആൾക്കാർക്ക് ഗേൾസ് ഈ സാധനം വെക്കാന്ന് പറയുമ്പോ അവർക്ക് എന്തോ ഒരു ഇതാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സൂര്യക്ക് അങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടല്ലേ? അങ്ങനെയല്ല, മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ റിപ്ലൈ എടുക്കും. പിന്നെ നമ്മള് ജസ്റ്റ് അവൻ ആവശ്യത്തിന് മാത്രം റിപ്ലൈ കൊടുക്കും. വെറുതെ എന്തിനാ വെറുതെ ഒരു പുലിവാലി എടുത്തിടുന്നത്? പിള്ളേർക്കൊക്കെ മെസ്സേജ് അറിയാലോ ഇപ്പൊ. വെറുതെ വൈറലാ അങ്ങനെ വൈറലാ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും റിപ്ലൈ ഒന്നും കൊടുക്കാറൊന്നുമില്ല. ഞാൻ നമുക്ക് ഇനി ഇത്ര നേരം സംസാരിച്ചല്ലോ, കുഞ്ഞൊരു സെഗ്മെന്റിലേക്ക് പോകാം. നെവർ ഹാവ് എവർ. ഞാൻ കുറച്ച് സാധനങ്ങൾ ചോദിക്കും, ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലാന്നും. ഓക്കെ, അപ്പം നെവർ ഹാവ് എവർ ഞാൻ കുറച്ച് സംഭവങ്ങൾ ചോദിക്കും. ഉണ്ടെങ്കിൽ ഐ ഹാവും, ഇല്ലെങ്കിൽ നെവർ ഹാവും കാണിക്കും. ഓക്കെ, ട്രൂത്ത് ഓർ ലൈ പോലത്തെ ഗെയിം, നിങ്ങളുടെ കോണ്ടന്റിലുള്ള ഗെയിം റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് കളിക്കും. അത് എന്തായാലും ബ്രേക്ക് ആയിപ്പോ. അത് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അതാ ഞങ്ങളിപ്പോ ഉള്ള റിലേഷൻഷിപ്പ് അടക്കം തകർന്നു പോവാൻ ചാൻസ്. ഇതും കൂടി പോയിക്കില്ല. ഞാനും കളിക്കൂല കേട്ടോ. അത് ബുദ്ധിയിൽ ആരും കളിക്കൂല. ഇല്ല, എത്ര പൈസ ഞാൻ പറയും വേണ്ട, അതിനും ഭേദം ചാവുന്നു. പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പ്രണയല്ല, ക്രഷ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ക്രഷ് ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇല്ല, ക്രഷ് അല്ലേ പറയണം. എനിക്ക് നിങ്ങളോട് ഭയങ്കര ക്രഷ് അല്ല, എനിക്കറിയാം അത് കുറച്ച് കാലത്തിനെ ഉണ്ടാവും. ഞാൻ വെറുതെ അതായത് കോളേജിലുള്ള ആൾക്കാരാണോ? ഇപ്പൊന്നുമില്ല, ഈ റീസെന്റ് ഓക്കെ. വൺ സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ടോ? വൺ സൈഡ് ലവ് ഇല്ല. ഓക്കെ. ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടോ? എന്താ കട്ടെടുത്ത്? സ്റ്റിക്കർ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ നമ്മളിങ്ങനെ ഈ എന്താണ് ബുക്കിലേക്ക് ഒട്ടിക്കുന്ന സ്റ്റിക്കർ. അപ്പോൾ ഒരു ഫ്രണ്ടിന്റെ വാപ്പ ഗൾഫിലാണ്, അപ്പം കൊണ്ടുവരും. അവളിങ്ങനെ കൊണ്ടുവരണം. അറിയാണ്ട് ഇങ്ങനെ ഒന്നെല്ലാം വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവള് പറയും എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് എന്റെയാന്ന് പറയുമ്പോ ഞാൻ അല്ല, എനിക്ക് വേറെ ആൾ ഗിഫ്റ്റ് ആണെന്നാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ക്യാഷ് കട്ടെടുത്തിട്ടുണ്ടോ? അടിച്ചു മാറ്റിട്ടുണ്ടോ? ഇല്ലേ. ഒരു വട്ടം ഞാന് അച്ഛൻ ഒരു വട്ടം പേഴ്സ് വെച്ചിട്ട് അപ്പൊ ഞാൻ ഇന്നൊരു 500 രൂപ എടുത്ത്. അപ്പൊ അച്ഛന് മനസ്സിലായി, കാരണം അതിൽ 500 രൂപ മാത്രം ഉണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എടുത്ത് അച്ഛൻ വിളിച്ച നീ പൈസ എടുത്തോ? അത് ഞാൻ ആവശ്യത്തിന് വെച്ചിരുന്ന പൈസയാണ്. ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിലായിരുന്നു. പൈസ എന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട് അന്ന് ചെലവാക്കാൻ. പക്ഷെ അന്ന് ഞാൻ ചെലവാക്കിയില്ല. ഞാൻ പേടിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ കോൺഫിഡൻസ് പറയാം, ഞാൻ വീട്ടിൽ നിന്ന് തപ്പിത്തരാം, അതവിടെ വെള്ളമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വന്നിട്ട് ഇത് ഞാൻ കട്ടിലിന്റെ അടിയിലും കിട്ട്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് തപ്പി എടുത്ത് കന്യാസിട്ട് എടുത്ത് കൊടുത്ത്. എന്താ പറഞ്ഞു, ഞാൻ തപ്പിയപ്പോ കണ്ടില്ലല്ലോ, അത് ശരിക്കും തപ്പി കാണില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ എടുത്തിട്ടില്ലേ, ഞാൻ ഒരു വട്ടം അതറിയാം, ഞാൻ എടുത്തെന്നറിയാം. പക്ഷെ അവരത് വിട്ടു. പിന്നെ തെളിവില്ല. അടുത്തിരിക്കുന്ന ആള് അതായത് മെസ്സേജ് ചെയ്യുക, ഫോൺ ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എത്തി നോക്കാറുണ്ടോ? അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? ഇല്ല. നമ്മൾ ഒളിഞ്ഞു നോക്കണം മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക്. ഇല്ല, അവരെ ഒളിപ്പിച്ച് പിടിച്ചേക്കുമല്ലേ, പിന്നെ നോക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നോക്കാറില്ല. എനിക്കില്ലേ ആൾക്കാരിങ്ങനെ ഒളിപ്പിച്ച് പിടിക്കുമ്പോ എന്താ അവൻ ചെയ്യുന്നത് ചെയ്യരുത്. ഞാൻ ചെയ്യും. ഓക്കെ, ഡ്രങ്കൺ ആയിട്ട് ആരോടെങ്കിലും ചൂടായിട്ടുണ്ടോ? അതങ്ങ് വളഞ്ഞു ചോദിക്കുക, കുടിച്ചിട്ടുണ്ടോന്ന്. നമ്മൾ സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായിട്ടുണ്ട്. നമ്മൾ സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം. സ്വാഭാവികം. പോസസീവ്നെസ് ഉണ്ടോ? എന്തിനാ പോസസീവ്നെസ്? വേറൊരാളോട് സംസാരിക്കുന്ന കാണുമ്പോ അങ്ങനെയല്ല, ടോക്സിക് ക്വസ്റ്റ്യൻസ് അല്ല എന്ന് വെച്ചാൽ സംസാരിച്ച നമുക്ക് ഇഷ്യൂസ് ഇല്ല. ആരോടാണ് താല്പര്യമില്ല. ഇപ്പൊ എന്റെ സീക്രട്സ് ഞാൻ ഒരു പെണ്ണിനോട് ഷെയർ ചെയ്ത ആൾക്ക് ഇഷ്ടമല്ല, ഒരു ചെറുക്കിനോട് ഷെയർ ചെയ്ത ആൾക്ക് ഇഷ്ടം. അത് മാത്രം. അത്രയാണ്. അല്ലാണ്ട് ഇപ്പൊ മെസ്സേജ് ചെയ്യാ, കോൾ ചെയ്യാ, കോഫി അടിക്കാൻ. എനിക്ക് മെസ്സേജ് അയച്ചാ എല്ലാവർക്കും ഹായ് ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട്. ഞാൻ എല്ലാവർക്കും കൊടുക്കും റിപ്ലൈ. അത് ഒരു ലിമിറ്റിനപ്പുറമാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്യും. ഞാനും അങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യും. പിന്നെ എത്ര മെസ്സേജിൽ നോക്കൂല. മെസ്സേജ് അയക്കലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചെയ്ത കണ്ടന്റ്സ് എന്തെങ്കിലും അബദ്ധമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ട് എനിക്കും തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും 2 പേര് ഷെയർ ചെയ്ത കണ്ടന്റ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അടിയായിട്ടുണ്ടോ?
ഉണ്ട്. ഒരു ഫെമിനിസത്തിന്റെ ഒരു വീഡിയോ ഒക്കെ വന്നു. അപ്പൊ ഞാനത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് അവൾക്ക് വേറെ രീതിക്ക് വരുന്നു. അപ്പൊ ഇവള് തന്നത് ഒരു രീതിയാ, പക്ഷെ ഇവള് പറഞ്ഞില്ല ഞാൻ വേറെ രീതിക്ക് ആക്കി എടുത്തപ്പോ ഇവള് പറഞ്ഞു ഞാൻ പറഞ്ഞതാ എനിക്ക് ഇത് വേണം പറഞ്ഞു. അതിന്റെ പേരിൽ എനിക്ക് ഞാൻ പറഞ്ഞ സാധനം എനിക്ക് ക്യാരക്ടർ ഷിഫ്റ്റായി എനിക്ക് പറ്റൂല അവിടെ അങ്ങ് മാറി. അപ്പൊ പിന്നെ അങ്ങനെ ഇതായി. എപ്പോഴെങ്കിലും ചെയ്യാത്ത കാര്യത്തിന് തല്ല് മേടിച്ചിട്ടുണ്ടോ? അത് തന്നെ ചേച്ചി എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും, ഞാൻ കുറ്റക്കാരിയാവും ലാസ്റ്റ്, എന്നിട്ട് എനിക്ക് തല്ല് കിട്ടും. സ്കൂളില് കൂട്ടുകാരന്മാരെന്നല്ല ഇവന്മാരെ എന്നെ വിളിച്ചോണ്ട് പുറത്ത് മറ്റേ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ പോകും. അവസാനം ഞാൻ എന്നെ ഫ്രണ്ടിൽ നിൽക്കും മാഷിന്റെ ഇത്. ഒരു സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഫുള്ളും HMന്റെ ബെഞ്ചിന്റെ അച്ഛന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ച് എനിക്ക് തനിച്ചിട്ടു. ഇവിടെ ഇരുന്നാ മതി പറഞ്ഞു. എന്റെ ക്ലാസ് വിട്ടില്ല. ഞാൻ ഭയങ്കര അങ്ങനെയല്ല, എല്ലാം ചെറിയ പിള്ളേരെല്ലാം തല്ലിട്ടൊക്കെ പ്രശ്നമാക്കിട്ട് അമ്മനെ കുറിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ കേട്ടോ. ഞാൻ എന്നെ 2ാ 3ാ പഠിച്ച ടീച്ചറിനെ അങ്ങോട്ട് എന്തോ നല്ല രീതിക്ക് അങ്ങോട്ട് ട്രിഗർ ആയിട്ട് വിളിച്ച് പറഞ്ഞിട്ടല്ലോ. ചെറുപ്പത്തിലൊക്കെ ആ സമയത്തൊക്കെ ടീച്ചർ പറഞ്ഞ തിരിച്ചു പറയുന്നൊക്കെ മാസം വിചാരിക്കുന്ന ഒരു സമയമൊക്കെ അതുകൊണ്ട് എനിക്ക് ഞാൻ പഠിച്ച 10th വരെ 10th അല്ല 8th to 10th ഞാൻ ഗേൾസ് സ്കൂളിൽ പഠിച്ചു. അറിയാലോ ഗേൾസ് സ്കൂളല്ലേ, അതുകൊണ്ട് മിസ്സുമാർക്ക് ആർക്കും എന്നെ പ്രത്യേകിച്ച് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നല്ലോണം അങ്ങോട്ട് ട്രിഗർ. അപ്പൊ എന്റെ വിചാരം ഇതെന്തോ വലിയ കാര്യമാണ്. പിന്നെ മെല്ലെ മെല്ലെ വിചാരിക്കും നമ്മൾ മണ്ടന്മാരാണ്. മാർക്ക് കുറഞ്ഞു വന്നോണ്ടിരിക്കുക. അവര് വിചാരിക്കണം മറ്റേ ഗുഡ്. എപ്പോഴെങ്കിലും പോലീസ് പിടിച്ച് പേടിപ്പിച്ചിട്ടുണ്ടോ? അതായത് പോലീസ് കയ്യാൻച്ചിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫ്രണ്ടിന്റെ വീട്ടില് പെരുന്നാളൊക്കെ ആലപ്പുഴ പോയി. അപ്പൊ രാത്രി ഞങ്ങൾ നടന്നു വരിക. അപ്പൊ അവര് പറഞ്ഞു ഒരു പോലീസ് ജീപ്പ് ഒന്ന് കൂടെ നിർത്തി, നിങ്ങൾ അവിടുത്തെ ഞങ്ങള് കൊച്ചിന്ന് പഠിക്കുക നിങ്ങളുടെ പ്ലേസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഈ മറ്റേ മെട്രോ സിറ്റി അവിടെ നിന്ന് കളിക്കുന്നവരോട് കളിക്കരുത്, ഇപ്പൊ ശരിയാക്കി തരാം ജീപ്പി കയറണൊക്കെ പറഞ്ഞു. ഞങ്ങൾ ജീപ്പി കയറ്റി. ഞങ്ങൾ 3 നാൾ വരെ പക്ഷേ നമ്മളെ സേഫ് ആക്കിയതാ. നേരെ വീട്ടിൽ കൊണ്ടിറക്കി. ഫുള്ളും പ്രശ്നം ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ അടിയൊക്കെ ആയിരുന്നു. അപ്പൊ അതില് മെയിനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പെമ്പിള്ളേരാ. 4 പേരെ ദേവുവിന്റെ അനിയത്തി, ഞാന് വേറൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പം ഇവനെ കൊണ്ട് നമ്മൾ എന്തായാലും രക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ, അവിടെ അങ്ങനെ ഏരിയാണ് പെമ്പിള്ളേരെ. അപ്പൊ ഞങ്ങൾ പിന്നെ അങ്ങനെ പേടിപ്പിച്ചു. ജീപ്പിലിരുന്ന് ഒരേ പറച്ചില്ല ശരിയാക്കി തരാം. ഇന്നിപ്പോ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ. ആദ്യമായിട്ട് പോലീസ് ജീപ്പിൽ കയറുന്നത് ഞങ്ങൾ പറഞ്ഞ കേറണ്ടേ ഇറങ്ങിയിരിക്കുക എന്നിട്ട് പോവുക പോയിക്കൊണ്ടിരിക്കുക പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ആ ഫ്രണ്ടിന്റെ വീട് അവിടെ. അപ്പോഴേക്ക് അവള് റോഡിലോട്ട് ഇങ്ങ് വന്നു. ആ ഫ്രണ്ട് വന്നു. അപ്പൊ അവള് എന്തോ ആവശ്യത്തിന് വീട്ടിൽ പോയതാ. അപ്പോഴേക്ക് സാറ് ഇറക്കി ഇനി മേലായി നിന്നെ ഇവിടെ കണ്ടുവരുന്നു പറഞ്ഞിട്ട്. സത്യം പറഞ്ഞിട്ട് പണി കിട്ടി പറയണ്ട എന്ന് തോന്നിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു? നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ ഇടയിലേ അപ്പൊ വേറൊരു ഫ്രണ്ട് നമ്മള് ഇപ്പം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ 3rd പേഴ്സൺ വന്നിട്ട് ഞാൻ അവളിപ്പം ഇവളെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ അവളുടെ അടുത്ത് പറയടി ഇങ്ങനെ പറയണ്ട, കാരണം അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവളുടെ അടുത്ത് ഞാൻ പറയലുണ്ട്. അപ്പൊ ഞാൻ പറയും എടി എന്താണ് ഇവളുടെ കൂടെ നടക്കാൻ ഞാൻ പറഞ്ഞു, എടി നിനക്ക് നല്ലതിനല്ല അങ്ങനെയല്ല. ഞാൻ ഇവളുടെ അടുത്ത് പറയും, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അടുത്ത് ഞാൻ പറയും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്ന ലാസ്റ്റ് ഇവരുണ്ടാവും കൂടി ടീമായിട്ട് നമ്മളാക്കുക. പക്ഷെ ഞാൻ നല്ലതിനാണ് പറഞ്ഞത്, ഇവളെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവളുടെ അടുത്ത് സ്പോട്ടിൽ തന്നെ ഞാൻ ചൂടായി, എടി എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് അങ്ങനെ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പോയിട്ട് ഇവളുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പക്ഷെ എന്താണ് എന്നിട്ട് അത് എനിക്ക് തന്നെ ലാസ്റ്റ് തോന്നുന്നു ഞാൻ സത്യമാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വെറുതെ തിരിക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ എന്തെങ്കിലും സിഗരറ്റ് വലിക്കുന്നത് നീ വലിച്ചിട്ടുണ്ടോ? ഞാൻ എന്ന് പറയുന്നത് സത്യസന്ധതയായി പോയിട്ട് ഞാൻ ഉള്ളത് പറയാലോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞു. നീ ട്രൈ ചെയ്തിട്ടുണ്ടല്ലേ? നീ അപ്പോൾ വലിച്ചിട്ടുണ്ട്, ഇപ്പോഴും വലിക്കാറുണ്ട്. അതാണ് നീ സെൻട്രൽ ഫ്രഷ് വെച്ചിട്ട് വരുമ്പോൾ നീ വലിച്ചിട്ടാണ് വരാറ്. ഞാൻ പെട്ടില്ലേ, കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ വലിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പറയും. എല്ലാവരും ലൈഫിൽ ഓരോട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ട്രൈ ചെയ്തിട്ടുണ്ടോ? അന്ന് ഞാൻ ശരിക്കും പെട്ടു. അന്ന് എനിക്ക് തോന്നി സത്യം പറയണ്ടായിരുന്നു. അടിപൊളി സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. ചില സത്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോ നമ്മള് ബാക്ക് ടു ഇന്റർവ്യൂയിലേക്ക് വരുമ്പോ ഇനി എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ക്ലാസ്സിൽ പോകാനൊക്കെ പ്ലാൻ ഉണ്ടോ? കാരണം എഡ്യൂക്കേഷൻ ലോൺ എടുത്തേക്കുന്നത് അതൊക്കെ വീട്ടണമല്ലോ. എയർപോർട്ട് മാനേജ്മെന്റ് ആണ് എടുത്തേക്കുന്നത്, ഏവിയേഷൻ ബേസ്ഡ്. അതിനാഗ്രഹമുണ്ട്, അതുകൊണ്ട് പോകണം. ഫിലിം ഇൻഡസ്ട്രി ട്രൈ ചെയ്യണമെന്നുണ്ട്. രണ്ടും ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം, അങ്ങനെയൊക്കെ തന്നെ ജീവിക്കും.
ഓക്കെ. യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ ആക്റ്റീവായിട്ട്? ആക്റ്റീവ് അല്ല, അതൊരു കുറച്ചുകൂടി ഫെയിം ആയിട്ട് യൂട്യൂബിലോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇനിയിപ്പോ തുടങ്ങാം. ഇൻസ്റ്റയിൽ ഇടുന്നത് യൂട്യൂബിൽ ഇട്ടാൽ എന്തായാലും ആരും കാണൂല. ഞങ്ങൾക്ക് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിലോട്ട് പോകാനായിരുന്നു. ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. ഇനിയിപ്പോ എത്ര കോണ്ടന്റ് കയ്യിൽ ഇങ്ങനെ പെൻഡിങ് ഉണ്ടോ സെറ്റ് ആയിട്ട്? പെൻഡിങ് എല്ലാ സ്പോട്ടിൽ വരുന്നതാ. അപ്പൊ ഇനിയിപ്പോ അതെ, ഇനിയിപ്പോ ഒരെണ്ണം ഉണ്ട്, ഒരു ഹൊറർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സംസാരിച്ച് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് അതും റിയൽ ആയിട്ടുള്ള സ്റ്റോറി. അപ്പൊ അതും ചെയ്യണമെന്നുണ്ട്. ഈ കൂടെ ടോക്സ് എന്ന് പറഞ്ഞ പേരാരട്ടെ? അത് നമ്മൾ കൂടെ ടോക്സ് ആദ്യം പോഡ്കാസ്റ്റ് ആയിരുന്നല്ലോ. കൂടെ സംസാരം, കൂടെ ടോക്സ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. സംസാരിക്കാം ഉദ്ദേശിച്ചത്. പിന്നെ പോഡ്കാസ്റ്റ് മാറിയതായി, പേര് മാറ്റിയില്ല. എനിക്ക് പേര് ഇഷ്ടപ്പെട്ടു. കൂടെ ടോക്സ്. അതാരപ്പ ആദ്യം സെലക്ട് ചെയ്ത്? ഇവനാണ്. എല്ലാ തലവിടെയല്ലേ? ഞാൻ പേരെല്ലാം പറഞ്ഞു. എന്തൊക്കെ പേരാ പറഞ്ഞ? പറഞ്ഞ എന്തെങ്കിലും പേര് ഓർമ്മയുണ്ടോ? പറഞ്ഞ പേര് ചായ് വിത്ത് അങ്ങനത്തെ ചായ് വിത്ത് കപ്പിൾ അങ്ങനത്തെ. എല്ലാം ചാറ്റ് ജിപിടി. പൊതുവെ എല്ലാം ചാറ്റ് ജിപിടി ആണോ ചോദിക്കാം? അല്ല, ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്ന പറഞ്ഞാൽ ചാറ്റ് ജിപിടി എടുത്ത് ക്യാപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് തല പുകഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല എന്നറിയുമ്പോ നമ്മൾ ചാറ്റ് ജിപിടി എടുത്തോട്ട് പോകും. അപ്പൊ എന്തെങ്കിലും ഇട്ട് തരും. ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിക്കാൻ ഓൾറെഡി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കപ്പിൾസ് ആണോ എന്നാണ്. നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താ? ഇപ്പോഴോ? സിംഗിൾ ആയിരിക്കോ? മുന്നേ ഇപ്പൊ കൊറേ തേപ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മുന്നേ കൊറേ തേപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ടോ? ഇല്ല അത്ര ഇല്ല. ഒരെണ്ണുണ്ടായിരുന്നു, രണ്ടുപേർക്കും ബ്രേക്കായി. സൂപ്പർ. എങ്ങനെ ബ്രേക്കപ്പ്? ആരെങ്കിലും അതെ, അതൊക്കെ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മിണ്ടലായി. പിന്നെ അങ്ങനൊക്കെ പോയി. ഇവിടെ പിന്നെ ഇപ്പോ ഫ്രണ്ട്സ് ആണ്, എന്നാലും നല്ല സൗഹൃദങ്ങളാണ് ഭാവിയിൽ നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ സമയം ഉണ്ടല്ലോ നോക്കാന്ന്. എന്നാലും അതല്ലാണ്ട് നമുക്കൊരു പാർട്ട്ണറിന് ഒരു ക്വാളിറ്റി വേണം എന്നൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ എന്താ? അത് ഇവരിപ്പുള്ളതൊക്കെ തന്നെ. അല്ല, അതുണ്ട്. കാരണം ക്യാരക്ടർ നൈസാണ്. എനിക്കത് ഇഷ്ടപ്പെടാൻ കാരണം. അതായത് ഞാൻ എന്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ ഇത്ര നാള് കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ തന്നെ എന്റെ ക്യാരക്ടറിന്റെ ഒരു മെയിൽ വേർഷനാണ് ചില കാര്യത്തിൽ. എന്റെ പോസിറ്റീവേ എല്ലാം എനിക്കുണ്ട്, എന്റെ നെഗറ്റീവേ ഇല്ല. എനിക്ക് കുറച്ച് പോസിറ്റീവേ ഉള്ളത് എല്ലാം എനിക്കുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത് അതൊന്ന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യും. ലോയലാണ് കുറച്ചുകൂടി. അതായത് ഇപ്പം ഞങ്ങളിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടിയിട്ട് വഴക്കിടാനുള്ള റീസൺ ഇവനായിട്ട് എന്തായാലും കൊണ്ടുവരും. പ്രത്യേകിച്ച് മറ്റേ പോസിറ്റീവ് പ്രശ്നങ്ങൾ വരില്ല, കാരണം അങ്ങനത്തൊന്നും ഇല്ല. അത് എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ ഒരു കാര്യത്തിൽ. തിരിച്ചതൊക്കെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നുള്ളൂ. പക്ഷെ പാവാണ്. പിന്നെ കുറച്ച് സമാധാനിപ്പിക്കാം. പക്ഷെ കുറച്ച് പാടാണ്. എങ്ങനെ സമാധാനിപ്പിക്കാം? അത് പിന്നെ പോയിട്ട് ഞാൻ ചെയ്തു എന്നെ അറിയാലോ, ഞാൻ അങ്ങനെ ആയി അത് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെറിയ ഫെമിനിസ്റ്റിന്റെ ക്യാരക്ടർ ഉണ്ട് എനിക്ക്. അപ്പൊ അത് ഒരു ബോയിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവൻ അതിൽ പെർഫെക്റ്റ് ആണ്. അതൊരു ബ്ലെസ്സിങ് അല്ലേ? അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അവരുടെ രീതിക്ക് ഇവിടെ ചുമ്മാ പെണ്ണിത് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ പെമ്പിളാരി പൊക്കുന്നില്ല കേട്ടോ. അതായത് ഒരു ബോയ് ഗേൾ എന്നുള്ള രീതിക്ക് എനിക്ക് ഇക്വാലിറ്റി മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് എന്താണ് പെമ്പിള്ളാരാണ് അങ്ങനെ വേണം അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇക്വാലിറ്റി ഉണ്ട്, അതാണ് ഇഷ്ടം. അതിപ്പോ എനിക്കിപ്പം കുറെ ഇവിടെ മാരേജ് അല്ല, ഇപ്പൊ സിബ്ലിങ്സിന്റെ ഇടയിൽ കൂടിയിട്ട് ബോയ് ഇങ്ങനെ ഇരിക്കും, ഗേൾ അവിടെ പോയിട്ട് ചായ ഞാൻ പാത്രം കഴുകും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അക്ഷയ്ക്ക് ഓൾറെഡി വീഡിയോസിലാണെങ്കിലും നേരിട്ടാണെങ്കിലും നമുക്കൊക്കെ അക്ഷയ്ക്കാണ് ഇവിടെ ഒരു മറുകളെ അതില്ല ആരെങ്കിലും പറയാറുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി എല്ലാ അടിപൊളിയായിട്ട് കുറെ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒക്കെ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. ഭാവിയിലുള്ള ഫിലിം, ആക്ടിങ്, ഡയറക്ഷൻ, ബിഗ് ബോസ്. സപ്പോസ് ബിഗ് ബോസ് വിളിച്ചാൽ നിങ്ങൾ പോവല്ലേ? പോണം, എല്ലാരും പോണം ലൈഫിൽ.
അതെ. ഞാൻ മാത്രം എല്ലാരും അനുഭവിക്കണം. അവിടെ പോയി എങ്ങനെ നിങ്ങളിപ്പോ കപ്പിളായിട്ട് പോകാനായിരിക്കും മാക്സിമം നോക്കുക. അവിടെ പോയിട്ട് ഇപ്പൊ കപ്പിളായിട്ട് പോയിട്ട് സൂര്യന ആരെങ്കിലും പ്രപ്പോസ് ചെയ്തെന്തേ? അല്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിൽ റേറ്റിംഗ് കൂടും. അങ്ങനത്തെ കുറെ കണ്ടന്റ് നമ്മൾ ഇവിടുത്തെ കണ്ടന്റ് അവിടെ ഇട്ട് ഇറക്കും. അത് വേറെ ഡിഫറെന്റ് ടൈപ്പ് റേറ്റിംഗ് അതൊക്കെ നമ്മള് കൂടും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ബൈ. ഓക്കെ, താങ്ക് യു. Inji, my meal partner.